ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. ഇപ്പോൾ കുതിർത്ത പച്ചരി വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പമെന്നോ ദോശയെന്നോ വിളിക്കാം. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ പച്ചരി വേണം. രാത്രി തന്നെ കുതിർത്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ നമുക്കൊന്നെങ്കിൽ രാത്രി കുതിരാൻ വെക്കാം, അല്ലെങ്കിൽ പിന്നെ രാവിലെ സമയം ഒരു 3-4 മണിക്കൂറെങ്കിലും കുതിരണം. 1 കപ്പ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കഴുകി ഒരു മിക്സർ ജാറിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഒന്നെങ്കിൽ അവൽ ചേർക്കാം, അല്ലെങ്കിൽ പിന്നെ ചോറ് എടുക്കാം. ഞാനിവിടെ അവലാണ് എടുത്തിരിക്കുന്നത്. വെളുത്ത അവൽ കുതിർത്തതിന് ശേഷം എടുത്തതാണ്. ഇതൊരു 1/2 കപ്പ് ഉണ്ടാവും. അപ്പോൾ 1 കപ്പ് അരിക്ക് 1/2 കപ്പ് അവൽ എന്ന കണക്കിൽ വേണം ചേർക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഈസ്റ്റാണ് ചേർക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റും കൂടി ചേർക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഡ്രൈ ഈസ്റ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആദ്യം തന്നെ കുറച്ചൊരു ഇളം ചൂടായിട്ടുള്ള വെള്ളത്തിലിട്ട് വെക്കുക. 1/2 ടീസ്പൂൺ തന്നെ മതിയാവും. അതൊന്ന് പൊങ്ങിയ ശേഷം ഇതേപോലെ അരച്ചെടുത്താൽ മതിയാവും. ഇനി ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചൂട് വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ഒരുപാട് തിളച്ച വെള്ളമല്ല, കുറച്ചൊരു ചൂടുണ്ടാവണം. അപ്പോൾ ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ വെള്ളം എന്തായാലും കുറച്ച് ചൂടുള്ള വെള്ളം തന്നെ ഉപയോഗിക്കാൻ നോക്കുക. പച്ചവെള്ളം ഉപയോഗിക്കരുത്. കാരണം നമ്മളിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ചൂടുവെള്ളം ആയാൽ നല്ലതായിരിക്കും. അപ്പോൾ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. അരയ്ക്കുമ്പോൾ മിക്സിയുടെ ചൂടും കൂടി കൂട്ടിയിട്ട് കുറച്ച് മാവ് നല്ല ചൂടായിരിക്കും. ഇനി ഇത് ഉടനെ തന്നെ ഒരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് അടച്ചു വെച്ച് നമ്മളൊരു 30 മിനിറ്റ് നേരത്തേക്ക് മാറ്റി വയ്ക്കാം. ഇത് നമ്മൾ സ്റ്റൗവിൻ്റെ അടുത്ത് തന്നെ വെക്കുന്നതായിരിക്കും നല്ലത്. ആ ചൂടുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതൊന്ന് മിൻറ്റാവും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് കറിയൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഒരു 30 മിനിറ്റിന് ശേഷമാണ് കഴിക്കുന്നത്. മാവ് അത്യാവശ്യം ഒന്ന് ഫെർമെൻ്റ് ആയിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ചൊന്ന് കട്ടിയായിട്ട് തോന്നിയാൽ നമുക്ക് കുറച്ച് ഇളം ചൂടായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. തണുത്ത വെള്ളം ഉപയോഗിക്കരുത്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്, അതുകൊണ്ട് വേറെ വെള്ളമൊന്നും ഉപയോഗിക്കുന്നില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം. ഇനി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഒരു ദോശക്കല്ല് നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് 2 സ്പൂൺ മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഒരുപാടങ്ങ് പരത്തണ്ട, ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി. കുറച്ചൊന്ന് കട്ടിയിൽ തന്നെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. ഇനി തീ നന്നായിട്ട് കൂട്ടി വയ്ക്കുക. മാവിൻ്റെ മുകളിൽ ചെറുതായിട്ട് ഹോൾസ് വരുന്നതായിട്ട് കാണാൻ പറ്റും. ഹോൾസൊക്കെ നന്നായിട്ട് വന്നതിന് ശേഷം നമുക്ക് തീ കുറച്ച് വെച്ച് ഇത് അടച്ച് വെച്ച് വേവിക്കാം. അതുവരെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം. എന്നാലേ ശരിക്കും ആ ഹോൾസൊക്കെ കിട്ടുള്ളൂ. ഇപ്പോൾ ഇടില്ല, നന്നായിട്ട് ഹോൾസൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ച് വെച്ചതിന് ശേഷം അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരു സൈഡ് മാത്രമാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ 2 സൈഡും കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഓരോ തവണ മാവ് ഒഴിക്കുമ്പോഴും നല്ല ചൂടായിരിക്കണം. എന്നാലേ ഇതുപോലെ നന്നായിട്ട് ഹോൾസ് കിട്ടുള്ളൂ. പാൻ ഒരുപാട് ചൂടായിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം തെളിച്ച് കൊടുത്താൽ മതി, ആ ഒരു ചൂടൊന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ വേറെ തേങ്ങയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. തേങ്ങ ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർക്കാം. ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. അല്ലാതെയും ഇതേ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു അളവിൽ നിന്നും നമുക്കൊരു 10 എണ്ണം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്